Salem Learning Agilams. അപ്പോൾ നമ്മൾ +1 സ്റ്റുഡൻസിന് പബ്ലിക്കായിട്ട് നടത്തുന്ന ഓണം എക്സാം ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷെ എന്നാലും സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് ആയിട്ടൊക്കെ നടത്തുന്നുണ്ട്. പല സ്കൂളുകളിലും യൂണിറ്റ് ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഓണപരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ ഓണം എക്സാമിനുള്ള പോർഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ എക്കണോമിക്സിന്റെ കേസിൽ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും ആണ് നമുക്ക് ഓണപരീക്ഷയുടെ പോർഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ചില സ്കൂളുകളിലെങ്കിലും നമുക്കിപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഓണപരീക്ഷ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് സൈലത്തിൽ നിങ്ങൾക്ക് ഓണപരീക്ഷ നടത്താൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഓണപരീക്ഷ ഉണ്ടായിരിക്കുക. ഓഗസ്റ്റ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇത്രയാണ്. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നതാണ് ഓണപരീക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ 5 ചാപ്റ്റേഴ്സ് ഇപ്പോൾ പഠിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ 5 ചാപ്റ്റേഴ്സ് നിങ്ങളിപ്പോൾ സെറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ക്രിസ്മസ് എക്സാം വരാൻ പോകുന്നുണ്ട്. അവിടെ നമുക്ക് 7 മുതൽ 12 ചാപ്റ്റേഴ്സ് വരെയൊക്കെ നിങ്ങൾക്ക് ഓണം എക്സാമിന് വരും. അതായത് എക്കണോമിക്സിന്റെ കാര്യമാണ് പറയുന്നത്. അത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഒന്നിച്ച് പഠിക്കേണ്ട സിറ്റുവേഷൻ ആവും. അത് നിങ്ങൾക്ക് ഭയങ്കര ബേർഡൻ ആവും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഓണം എക്സാമിന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇപ്പം തന്നെ നമ്മളങ്ങ് പഠിച്ച് സെറ്റാക്കാം. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നാളെ നമ്മൾ സൈലത്തിൽ എക്കണോമിക്സിന്റെ ഓണപരീക്ഷ എഴുതാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 ചാപ്റ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന എസ്എ ക്വസ്റ്റ്യൻ തന്നെ വരാൻ സാധ്യതയുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, കളക്ഷൻ ഓഫ് ഡാറ്റ. കളക്ഷൻ ഓഫ് ഡാറ്റ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഫുൾ തിയറി ഭാഗം വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റ. അത് മിസ്സിന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നിന്ന് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓണപരീക്ഷ നിങ്ങളുടെ സ്കൂളിലായാലും സ്കൂളിലെ യൂണിറ്റ് ടെസ്റ്റ് ആയാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസർ ജസ്റ്റ് കാണിച്ചു പോവാണ്. എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ മാരത്തോൺ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമുക്ക് 7 മണിക്ക് മാരത്തോൺ ഉണ്ട്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആൻസേഴ്സ് ഒന്ന് കാണിച്ചു പോവാണ്. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ആദ്യം തന്നെ മക്കളെ നിർബന്ധമായും പഠിച്ചു വെക്കുക ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അത് ചിലപ്പോൾ 5 മാർക്കിനല്ല, ഇതിപ്പോൾ 5 മാർക്കിന് വന്നിട്ടുള്ളത്. പക്ഷെ 5 മാർക്കിനല്ല എങ്കിൽ പോലും നമുക്ക് 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പോകുന്ന ചോദ്യം തന്നെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഓക്കെ, അതിന്റെ ബാക്കി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമ്മൾ വേറെ തന്നെ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഡിഫറൻസ് ഇതേപോലെ 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു 4 പോയിന്റെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്കറിയാം പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ്. ഓക്കെ, ഒറിജിനൽ ഡാറ്റയാണ്, റിസർച്ചർ തന്നെയാണ് അത് കളക്ട് ചെയ്യുന്നത്. പക്ഷെ സെക്കൻഡറി ഡാറ്റ അങ്ങനെയല്ല, അത് ഓൾറെഡി ആരോ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയാണ് അല്ലെ, നമ്മൾ അത് യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതാണ് സെക്കൻഡറി ഡാറ്റ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ അടക്കം നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ്, മിസ് ഇവിടെ മാർക്ക് ചെയ്യാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് പല രീതിയിലും ചോദിക്കും. 5 മാർക്കിനാണ് സ്ഥിരമായിട്ട് കാണുക, അല്ലെങ്കിൽ 4, 3, 2 ഈ മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇതെന്തായാലും മക്കൾ പഠിച്ചു വെച്ചോളാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാം, ക്വസ്റ്റ്യനെയർ ഒരുപാട് വലുതാകരുത്. ഒരു നല്ല ക്വസ്റ്റ്യനെയറിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റിസർച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഒരുപാട് ലോങ് ആവാൻ പാടില്ല, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല, നല്ല ഭംഗിയിൽ പ്രസന്റ് ചെയ്യണം, ഷോർട്ടായിട്ടും ക്ലിയർ ആയിട്ടും പ്രസന്റ് ചെയ്യണം. അതുപോലെ തന്നെ ജനറൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യണം. അങ്ങനെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. മിനിമം ഒരു 5 എണ്ണെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോളാം കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഈ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് 8 മാർക്കിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഇതായിരുന്നു ആ നേരത്തെ ഞാൻ പറഞ്ഞ ചോദ്യം, മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ ഓരോ മെത്തേഡിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. കാരണം അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്കറിയാം 3 മെത്തേഡ്സ് ആണത്. പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഉണ്ട്, ടെലിഫോൺ ഇന്റർവ്യൂ ഉണ്ട് അല്ലെ. അതിൽ പേഴ്സണൽ ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ്. അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ്. ഇവിടെ ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടന്റിന് നമ്മൾ മെയിൽ അയച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവിടെ ക്വസ്റ്റ്യനെയർ മാത്രമല്ല മെയിൽ അയക്കുന്നത്, അതിന്റെ കൂടെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. എന്താ, ദയവായിട്ട് ഈ ക്വസ്റ്റ്യനെയർ ഞാൻ പറയുന്ന ഡേറ്റിനകം എനിക്ക് ഫില്ല് ചെയ്ത് തിരിച്ചയച്ചു തരണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്.
പിന്നെ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ ടെലിഫോൺ ഇന്റർവ്യൂ ആണ്. ടെലിഫോൺ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് ടെലിഫോണിലൂടെയാണ് അല്ലെ, ടെലിഫോണിലൂടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡ് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ 3 മെത്തേഡും എന്താണ് അത് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഓരോ മെത്തേഡിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പൈലറ്റ് സർവേ. പൈലറ്റ് സർവേയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിച്ചാൽ നമ്മൾ സെയിം പോയിന്റ്സ് തന്നെയാണ് എഴുതേണ്ടത്. നമുക്കറിയാം വൺസ് നമ്മുടെ ക്വസ്റ്റ്യനെയർ റെഡി ആയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി ഒരു ട്രയൽ നടത്തി നോക്കുന്നതിനെയാണ് നമ്മൾ പൈലറ്റ് സർവേ എന്ന് പറയുന്നത്. ട്രയൽ സർവേ ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്യൂട്ടബിൾ ആണോ, നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയർ ആണോ, എന്യൂമറേറ്ററിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതായത് റിസർച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അയാളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, കൊള്ളാമോ, ആക്ച്വൽ സർവേ നടത്തുന്ന സമയത്ത് എന്തോരം ടൈമും കോസ്റ്റും വരാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈലറ്റ് സർവേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ മെറിറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് മാത്രം പഠിച്ചാൽ പോരാ, എന്താണ് പൈലറ്റ് സർവേ എന്നുള്ളത് കൂടി നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ. പിന്നെ സെൻസസ് സർവേയും സാമ്പിൾ സർവേയും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് തന്നെ പല വർഷവും ചോദിക്കാറുണ്ട്. സെൻസസ് സർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കംപ്ലീറ്റ് എന്യൂമറേഷൻ ആണ്, ഒരാളെ പോലും വിടാതെ എല്ലാവരും നമ്മൾ സ്റ്റഡി ചെയ്യും. പക്ഷെ സാമ്പിളിംഗിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ സാമ്പിൾ സർവേയിൽ അങ്ങനെയല്ല. നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് പേരെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരെടുത്ത് മാത്രം ചെയ്യുന്ന സർവേ ആണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ ചോദിക്കേണ്ട നെയിം എനി 2 ഏജൻസീസ് ഇൻവോൾവ് ഇൻ ഡാറ്റ കളക്ഷൻ. നാഷണൽ ലെവലിൽ ഒരുപാട് ഏജൻസീസ് ഉണ്ട്, അവരുടെ പേരൊന്ന് പഠിച്ചു വെക്കുക. ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്ന ഏജൻസീസ് ആണ്, ഇവരുടെ പേര് പഠിച്ചു വെക്കുക. ഇതിൽ നിങ്ങൾ NSSOനെ വിടരുത്, അവരുടെ ഫുൾ ഫോം എന്തായാലും പഠിക്കണം. വേറെ ഉള്ളതൊക്കെ മറന്നുപോയാലും NSSOയുടെ ഫുൾ ഫോം എന്തായാലും പഠിക്കണം. അതുപോലെ തന്നെ NSSOയ്ക്ക് ഒരു ജേർണൽ ഉണ്ട്, സർവേക്ഷണ എന്ന് പറയും. ഓക്കെ, അവരുടെ ക്വാർട്ടർലി ജേർണലാണ്. ആ പേരും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിപ്പോൾ ഇവിടെ അല്ലെങ്കിലും 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടാലിറ്റി ഓഫ് ഐറ്റംസ് അണ്ടർ സ്റ്റഡിയാണ്, നമ്മുടെ സ്റ്റഡിയിലുള്ള ഫുൾ ഐറ്റംസും. നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ആരാണോ അവരെല്ലാവരും എന്താണ്, പോപ്പുലേഷനാണ്. പക്ഷെ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയൊരു ഗ്രൂപ്പ് മാത്രമായിരിക്കും സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ നമ്മളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ സാമ്പിൾ സർവേയുടെ മെറിറ്റ്സ്. സാമ്പിൾ സർവേയുടെ മെറിറ്റ്സ് ചോദിക്കും. അതിപ്പം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. ഇപ്പം ഇവിടെ തന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് സാമ്പിൾ സർവേ ആണ് കൂടുതലായിട്ട് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്, എന്തുകൊണ്ട്? അങ്ങനെ ചോദിച്ചാലും നമ്മൾ സാമ്പിൾ സർവേന്റെ മെറിറ്റ്സ് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊരു 4 പോയിന്റ് മിനിമം പഠിച്ചു വെക്കാം. 4 മാർക്കിന് അപ്പുറത്തേക്ക് അത് ചോദിക്കില്ല, അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. സാമ്പിളിംഗ് എറർ നമുക്കറിയാം സാമ്പിൾ സർവേയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, അത് സാമ്പിൾ എടുക്കുന്നതിൽ സംഭവിക്കുന്ന എറർ ആണ്. അത് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റും. പക്ഷെ നോൺ സാമ്പിളിംഗ് എറർ അങ്ങനെയല്ല, കുറച്ചുകൂടെ സീരിയസ് ആണ്. കാരണം എന്താ, അത് സാമ്പിളിംഗ് എറർ പോലെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ മനസ്സിലാക്കാനും പറ്റില്ല. അതുകൊണ്ട് നോൺ സാമ്പിളിംഗ് എറർ കുറച്ചുകൂടെ സീരിയസ് ആണ്. നോൺ സാമ്പിളിംഗ് എറർ കൂടുതലും സംഭവിക്കുന്നത് ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ്, അല്ലാതെ സാമ്പിൾ എടുക്കുന്ന പ്രോസസ്സിലല്ല. നോൺ സാമ്പിളിംഗ് എറർ സെൻസസ് സർവേയിൽ ഉണ്ടാകും, സാമ്പിൾ സർവേയിൽ ഉണ്ടാകും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്റർ എന്തായാലും നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും അല്ലെ. അതിപ്പോൾ സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് ആയാലും ശരി, എന്തായാലും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഈ 5 ചാപ്റ്റേഴ്സിൽ അത്യാവശ്യം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നതും കളക്ഷൻ ഓഫ് ഡാറ്റ എന്നായിരിക്കും. ഒരുപാട് കണ്ടന്റ് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ മിസ് ഈ കാണിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഓണപരീക്ഷ എഴുതാം. ഓൾ ദി ബെസ്റ്റ്.